അടിപൊളി തകർത്തിരിക്കുന്നു. ഇന്റർവെല്ലാണ് രസമുള്ളത്. ക്ലൈമാക്സ് സൂപ്പർ, പറയാനില്ല. രണ്ടാളും നമുക്ക് പറയണ്ട, അതിമനോഹരമായിരിക്കും. ഗംഭീരം, നല്ല നല്ല അടിപൊളി സൂപ്പർ പടം. മമ്മൂക്കയുടെ ആദ്യത്തെ 100 കോടി. മമ്മൂക്കയുടെ കൂന്ത് വിളയാട്ടം ഒരു രക്ഷയില്ല. എന്റെ അമ്മ മമ്മൂക്ക വിനായകനെ നെഞ്ചോട് ചേർത്ത് വെച്ചണെങ്കിലേ പിന്നെ വിനായകൻ എങ്ങനെയായിരിക്കും സ്ക്രീന് കത്തിച്ചളഞ്ഞു. വിനായകൻ ഒരു രക്ഷയില്ല. രണ്ടുപേരും ട്വിസ്റ്റോട് ട്വിസ്റ്റ്. എന്റെ അമ്മോ, എനിക്കൊരു മമ്മൂക്ക ആയാൽ മതിയേ ഈ പടം കണ്ടിട്ട്. പിന്നെ ഒരു കാര്യം, 20 വയസ്സിലാണ് ചിമ്പു മന്മഥനായിട്ടുണ്ടെങ്കിൽ മമ്മൂക്ക 74 വയസ്സിലാണ് മന്മഥനായത്. മമ്മൂക്കയുടെ കൂന്ത് വിളയാട്ടം, ആ ഗ്ലാമർ തന്നെയാണ് ഇതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ പടം കിടിലം കേട്ടാ. എല്ലാ ഫാമിലിയും ഈ പടം പോയി കാണണം, ഒരു രക്ഷയില്ല. ഞെട്ടിച്ച്. നല്ല പടം. മമ്മൂക്കയുടെ പ്രസൻസ്, അത് വില്ലൻ തന്നെയാണ്, നല്ലൊരു ക്യാരക്ടറാണ് കേട്ടോ. വില്ലന്റെ ആ ഒരു നമുക്ക് ആകെ മൊത്തം മമ്മൂക്കായ ഈ ഒരു വെറുപ്പിക്കുന്ന രീതിയിലായിപ്പോ കേട്ടോ. നമ്മളെയൊക്കെ ഭയങ്കരമായിട്ട് സീറ്റ് എഡ്ജ് ആണെന്ന് പറയാം. അത്രയ്ക്കും നല്ല ഗംഭീരമായ പടം. ട്വിസ്റ്റ് വലിയ ട്വിസ്റ്റ് ഇല്ല, എന്നാലും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സീറ്റ് എഡ്ജ് ആണ്. മമ്മൂക്കായ നമ്മൾ വെറുത്തു, പക്ഷെ അത്രയ്ക്കും വെറുപ്പുള്ള ഒരു കഥാപാത്രം. അതാണല്ലോ അഭിനയം, അതാണ് അഭിനയം. അതുക്കും മേലെ മമ്മൂട്ടി നിൽക്കുന്നുണ്ട്. വിനായകൻ നായകനും മമ്മൂട്ടി അതിനായകനുമാണ്. അതിനപ്പുറം അതുക്കും മേലെയാണ്. കാര്യം നെഗറ്റീവ് റോള്, പൂർണ്ണമായും ഒരു നെഗറ്റീവ് റോളിൽ മമ്മൂട്ടി വന്നിട്ടുള്ള ചില പടങ്ങളിൽ നെഗറ്റീവ് റോള് വന്നിട്ടുണ്ടെങ്കിൽ അവസാനം വരുമ്പോൾ അത് മാറുന്നുണ്ട്. ഇത് ത്രൂ ഔട്ട് നെഗറ്റീവ് റോളാണ്. സ്ത്രീകൾക്കൊക്കെ വെറുപ്പ് തോന്നുന്ന ഒരു കഥാപാത്രമാണ്. കാര്യം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങള്, പിന്നെ ഈ ഭർത്താക്കന്മാരെ വഞ്ചിച്ച് സ്ത്രീകള് മറ്റുള്ളവരോടെ പോകുന്നത്, അതുപോലെ ഭാര്യമാരെ വഞ്ചിച്ചിട്ട് ഭർത്താക്കന്മാരിങ്ങനെ മറ്റു പരിപാടിക്ക് പോകുന്ന അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഉള്ളവര് ഈ പടം കാണണം. അങ്ങനെയൊക്കെ ഉള്ളവന്മാര് കാണേണ്ട പടമാണിത്. മമ്മൂട്ടിയെ വെറുക്കെന്ന് പറഞ്ഞാൽ ആ കഥാപാത്രം അത്രത്തോളം നമ്മുടെ മനസ്സിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു വെറുപ്പ് അദ്ദേഹത്തിനോട് തോന്നും പറഞ്ഞാൽ ആ കഥാപാത്രത്തോട് തോന്നും. കാര്യം അത്രത്തോളം ആ കഥാപാത്രം മനസ്സിൽ ആഴ്ന്നിറങ്ങിയത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. വിനായകനും ഗംഭീരമായിട്ടുണ്ട്. എന്താ ഈ ഒരു കഥാപാത്രം ചെയ്യാൻ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, 2022 മുതൽ ഇതുവരെയുള്ള 3 വർഷക്കാലത്തിനിടയിൽ അദ്ദേഹം ഓരോ കഥാപാത്രം ചെയ്യുമ്പോൾ നമ്മൾ പറയും ഇതിനപ്പുറം ഇതിന് കഥാപാത്രം ഇല്ല. നമ്മൾ നൻപകൽ നേരത്ത് മയക്കം കണ്ടപ്പോ പറഞ്ഞു, റോഷാക്ക് കണ്ടപ്പോ പറഞ്ഞു, ഇല്ലേ, കാതൽ കണ്ടപ്പോ പറഞ്ഞു. ഇപ്പൊ എന്താ ഈ സിനിമ ഇറങ്ങിയപ്പോഴും നമ്മൾ പറയുന്നു ഇതുക്കും മേലെ ഒരു പടം ഇല്ലെന്നുള്ളതാണ്. പക്ഷെ ഇതിലും വ്യത്യസ്തമായ കഥാപാത്രങ്ങളും അദ്ദേഹം നമ്മുടെ അടുത്ത് വീണ്ടും എത്തും.